കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ 73-ാം പിറന്നാളാണിന്ന്. വാജ്പേയി, അദ്വാനി എന്നീ നേതാക്കൾക്ക് പിന്നാലെ BJPയെ നയിച്ച നേതാവാണ് രാജ്നാഥ് സിംഗ്. ഫിസിക്സ് പ്രൊഫസറിൽ നിന്ന് കേന്ദ്രമന്ത്രിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര എല്ലാവരെയും വിസ്മയിപ്പിക്കുന്നതാണ്. ഉത്തർപ്രദേശിലെ പമ്പോര ജില്ലയിലെ ഒരു കർഷക കുടുംബത്തിൽ രാംബദൻ സിംഗിൻ്റെയും ഗുജറാത്തി ദേവിയുടെയും മകനായി രാജ്നാഥ് സിംഗ് ജനിച്ചു. 13-ാം വയസ്സിൽ RSSൽ ചേർന്ന അദ്ദേഹം പഠനകാലത്ത് ABVP സജീവ പ്രവർത്തകനായിരുന്നു. ഖൊരഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദം നേടി. രാജ്നാഥ് സിംഗ് മിർസാപൂരിലുള്ള KB പോസ്റ്റ് ഗ്രാജുവേഷൻ കോളേജിൽ ഫിസിക്സ് ലെക്ചററായും പ്രവർത്തിച്ചിരുന്നു. 23-ാം വയസ്സിൽ രാഷ്ട്രീയത്തിലേക്ക് കാൽവച്ചു. 1991-ൽ 40-ാം വയസ്സിൽ ഉത്തർപ്രദേശിൽ കല്യാൺ സിംഗ് സർക്കാരിൻ്റെ കീഴിൽ വിദ്യാഭ്യാസ മന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വളരെ വലിയൊരു മാറ്റമാണ് അന്ന് അദ്ദേഹം കൊണ്ടുവന്നത്. 1997-ൽ BJPയുടെ ഉത്തർപ്രദേശ് പ്രസിഡന്റായി. 1999-ൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൽ കേന്ദ്ര ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ അദ്ദേഹം പിന്നീട് 2000-ൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി. 2014-ൽ 1-ാം മോദി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായും 2-ാം മോദി സർക്കാരിൻ്റെ തുടക്കം മുതൽ അദ്ദേഹം പ്രതിരോധ മന്ത്രി സ്ഥാനവുമാണ് അലങ്കരിക്കുന്നത്. 3-ാമത് സർക്കാരിലും രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയായി തുടരുന്നു. കോളേജ് അധ്യാപകനിൽ നിന്നും രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. രാജ്നാഥ് സിംഗിന് ജന്മദിനാശംസകൾ. നാഷണൽ ഡെസ്ക്, ജനം.